Good morning, miss. ഗുഡ് മോർണിംഗ്. ചായ കുടിച്ച് റെഡി ആയോ? ചായ കുടിച്ചോ? എല്ലാരും കുടിച്ചു അല്ലേ? ജുവാന റെഡി അല്ലേ? Good morning, miss. ഗുഡ് മോർണിംഗ്. ബാക്കിയുള്ളവർ എവിടെ പോയി? ഹരി കഴിഞ്ഞ ക്ലാസ്സിൽ എവിടെ പോയി? ഹരി അമ്മയുടെ വീട്ടിലായിരുന്നു. ഓ ആ, Good morning, miss. ഗുഡ് മോർണിംഗ്. എല്ലാവരും മഴയായതുകൊണ്ട് ഉറങ്ങിപ്പോയോ? ആരെയും കാണുന്നില്ലല്ലോ. ക്ലാസ് ഉള്ളത് ഓർമ്മയില്ലേ? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഏതാ പഠിപ്പിച്ചത് മക്കളെ? കഴിഞ്ഞ ക്ലാസ്സില് റഹീം കെ ദോഹെ അല്ലേ? അതിനെന്താ ഇടയ്ക്ക് സ്റ്റക്ക് ആയി പോകുന്നുണ്ട്? അതിന്റെ നെറ്റ് കംപ്ലൈന്റ് ഉണ്ടാ? ഇടയ്ക്ക് സ്റ്റക്ക് ആയിട്ടിരിക്കുന്നു. ഇവിടെ ഇടയ്ക്ക് സ്റ്റക്ക് ആയിട്ടിരിക്കുന്ന പോലെ തോന്നി. അല്ല, റഹീം കെ ദോഹെ നമ്മളെ മുഴുവനും കഴിഞ്ഞതല്ലേ? അന്ന് ഫുള്ള് പറഞ്ഞോ? എന്താണ് നിങ്ങളുടെ അവസ്ഥ പറഞ്ഞൊന്ന്? അതിലത്തെ അല്ലേ? ബാക്കിയെല്ലാം അതിന്റെ മീനിങ്ങും പറഞ്ഞതല്ലേ ദോഹയുടെ? ഹരി കഴിഞ്ഞ ക്ലാസ്സിൽ ഇല്ലാത്തതുകൊണ്ട് ഒന്നും മനസ്സിലായിട്ടുണ്ടാവില്ല അല്ലെ ഹരി? റഹീം കെ ദോഹ എന്നുള്ളതിന്റെ ക്ലാസ് കേൾക്കാത്തവരുണ്ടോ ആരെങ്കിലും? കഴിഞ്ഞ ക്ലാസ് ഉണ്ടെങ്കിൽ പറയണേ, ഞാൻ ഒന്നും കൂടി പറഞ്ഞുതരാം. എന്താണ്? പറഞ്ഞോളൂ. റഹീം കെ ദോഹെ, ആ ദോഹ എടുക്കുമ്പോ ഇല്ലാത്തവരുണ്ടോ ഈ ക്ലാസ്സിൽ? ഇപ്പോ ജുവാനെല്ലാം കേട്ടതാണോ ക്ലാസ്? കേട്ടിട്ടുണ്ട് അല്ലെ? ഹരിയോ? ഹരിക്ക് മനസ്സിലായില്ല മോനെ ലെസൺ? ക്ലിയർ ആവുന്നില്ല. ഒന്നും ക്ലിയർ ആവുന്നില്ല? ആ, വന്നു. ഹരിക്ക് മാത്രാണോ? മിസ് പറഞ്ഞത് ക്ലിയർ ആയി കേൾക്കുന്നില്ല? കേൾക്കുന്നുണ്ട്. ഹരിക്കാണല്ലേ പ്രശ്നം കുറച്ച്. മക്കളെ, കഴിഞ്ഞ ക്ലാസ്സിൽ റഹീം കെ ദോഹയിലെ നമ്മൾ എടുത്തത്. അത് എടുക്കുമ്പോ ഇല്ലാത്തവരുണ്ടോ ഇന്ന് ഈ ക്ലാസ്സില്? കേൾക്കാത്തവരോ ആ ക്ലാസ് കാണാത്തവരോ ആരെങ്കിലും ഉണ്ടോ? അതാണ് എന്റെ ചോദ്യം. അർജുൻ, ടെക്സ്റ്റ് ഇല്ലേ മുന്നിലേ? യെസ്. റഹീം കെ ദോഹയാണ് നമ്മളിപ്പോ പറയുന്നത് അല്ലെ? ഒന്നുകൂടി പറയണോ? അത് ഒന്നുകൂടി പറഞ്ഞു തരണം. പറഞ്ഞോന്നല്ലേ? ഓക്കെ, എന്നാ ഒന്നുകൂടി പറഞ്ഞുതരാം. എല്ലാവരും ശ്രദ്ധിക്കണേ. റഹീം കെ ദോഹെ संत कबीर की तरह ही हमारे प्राचीन कवियों में एक और कवि हुए हैं रहीम. അതായത് നമ്മുടെ കബീർദാസിനെ കുറിച്ച് പഠിച്ചു. അതേപോലെ കബീർദാസിനെ പോലെ പ്രാചീന കവിയിൽപ്പെട്ട വേറൊരു കവിയാണ് ആര്? റഹീം. रहीम दास जी ने भी दोहे लिखे हैं. उन्होंने भी दोहे के द्वारा मनुष्यों को बुरे भले का ज्ञान दिया है. റഹീമും ആരെ പോലെ? കബീർദാസിനെ പോലെ ദോഹ എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ എന്താണ്? ആ മനുഷ്യർക്കുള്ള നന്മയെയും തിന്മയും തിരിച്ചറിയാനുള്ള ഒരു കഴിവാണ് ആ ദോഹയിലൂടെ റഹീം കൊടുത്തിരിക്കുന്നത് ജനങ്ങൾക്ക്.
കബീർ കി ഹി ബാന്തി ഉൻകെ ദോഹെ ബി ബഹുത് പ്രസിദ്ധ ഹെ. കബീറിന്റെ ദോഹ പോലെ തന്നെ പ്രശസ്തി ആർജിച്ചവയാണ് ആരുടെ ദോഹയും? റഹീമിന്റെ. അപ്പോ അവിടെ ദോഹ 4 എണ്ണം കൊടുത്തിട്ടുണ്ട്. ആ 4 എണ്ണമാണ് താഴെ കൊടുത്തിരിക്കുന്നത് അല്ലേ? ക. അപ്പൊ നിങ്ങൾക്ക് ഡൗട്ട് അടിച്ചിട്ടുണ്ടാവും അതിന്റെ മീനിങ് എങ്ങനെ എഴുതും. അതെല്ലാം മുഴുവനായിട്ട് എഴുതുക, അല്ലെങ്കിൽ 1 നമ്പർ ഇട്ടിട്ട് ആദ്യത്തെ ദോഹയുടെ മീനിങ് എഴുതുക, 2 നമ്പർ ഇട്ടിട്ട് രണ്ടാമത്തെ ദോഹയുടെ മീനിങ് എഴുതാം. അങ്ങനെ എഴുതിയാലും മതി. നിങ്ങൾക്ക് മനസ്സിലാവുന്നത് എങ്ങനെയാണോ ആ വിധത്തില്. रहीमन धागा प्रेम का मत तोड़ो चटकाई टूटे तो फिर ना जुड़े जुड़े गांड पड़ जाए. എന്താ റഹീംദാസ് പറഞ്ഞത്? നമ്മൾ ഒരു ചരട് വാങ്ങിയിട്ട് അത് പൊട്ടിപ്പോയി എന്ന് വിചാരിക്കുക. അത് കൂട്ടിക്കെട്ടായാലും വീണ്ടും വീണ്ടും കൂട്ടി കൂട്ടി അത് പൊട്ടിക്കൊണ്ട് നിൽക്കുന്നവരും കൂട്ടി വെച്ചാൽ എന്താവും? അത് മുഴച്ചിരിക്കും അവിടെ അല്ലേ? കുറച്ചൊരു കാണാൻ ഭംഗിയുണ്ട്. നമ്മൾ വാങ്ങിയ ചരടിനെ അത് പൊട്ടി വീണ്ടും വീണ്ടും കൂട്ടിക്കെട്ടുകയാണെങ്കിൽ അതിന് ഭംഗി ഉണ്ടാവുമോ? ഉണ്ടാവില്ല. അതേപോലെയാണ് നമ്മൾ പരസ്പര സ്നേഹം എന്ന് പറഞ്ഞത്. നമ്മൾ പരസ്പരം സ്നേഹിച്ചു കഴിഞ്ഞാൽ, ഒരാളെ സ്നേഹിച്ച് പരസ്പര സ്നേഹം ഉണ്ടെങ്കിൽ, നമ്മുടെ സുഹൃത്തുക്കളായാലും ഇനി ആരായാലും എന്താണ്, ഒരു സ്നേഹം തോന്നിക്കഴിഞ്ഞാൽ അതിൽ എന്തെങ്കിലും ഒരു ഭംഗം സംഭവിക്കുകയാണെങ്കിൽ, എന്തെങ്കിലും കാരണത്താൽ അതിനൊരു തടസ്സം വരികയാണെങ്കിൽ നമുക്ക് എപ്പോഴും ആ സ്നേഹത്തിന് ഒരു ഉറപ്പുണ്ടാവില്ല. ഭംഗി ഉണ്ടാവും ആ സ്നേഹത്തിന്. നേരത്തെ പറഞ്ഞ് ഏതുപോലെ? ആ ചരട് പൊട്ടിയിട്ട് കൂട്ടിക്കെട്ടുന്നത് പോലെയാണ് ഒരാളോടുള്ള സ്നേഹം മുറിഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവില്ലേ? അപ്പൊ അങ്ങനെയാണ് ഏതുപോലെ? ചരട് കൂട്ടിക്കെട്ടിയത് പോലെ ആയിരിക്കും എന്നാ പറഞ്ഞത്. പിന്നെന്താ പറഞ്ഞത്? റഹിമൻ നിജ് മൻ കി വ്യത മൻ ഹി രാഖോ ഗോയ് സുനി അഡ്ലേഹി ലോഗ് സബ് ബാണ്ടീന ലൈഹേ കോയ്. എന്താ പറഞ്ഞത് കബീർദാസ്? നമുക്ക് എല്ലാവർക്കും പല വിധത്തിലുള്ള സങ്കടങ്ങൾ ഉണ്ടാവാം അല്ലേ? നമുക്ക് പലവിധത്തിലുള്ള സങ്കടങ്ങൾ ഉണ്ടാവും. പക്ഷേ നമ്മളെ സങ്കടങ്ങളെ മുഴുവനും പരിഹരിച്ചു തരാൻ എല്ലാവരും മുതിരണമെന്നില്ല, നമ്മളെ സഹായിക്കണമെന്നില്ല. നമ്മുടെ കൂട്ടത്തിലെ നമ്മുടെ സമൂഹത്തിലെ വേണമെങ്കിൽ നമ്മുടെ സങ്കടം കേൾക്കുമ്പോൾ പരിഹസിക്കുന്നവരോ അല്ലെങ്കിൽ കളിയാക്കി ചിരിക്കാനുള്ള ആളുകളും ഉണ്ടാവും. അപ്പൊ നമ്മൾ എല്ലാവരോടും നമ്മുടെ സങ്കടം തുറന്നു പറയരുതെന്നാ പറഞ്ഞത്. പറയാം. എങ്ങനെ? വിശ്വാസമുള്ളവരോടും അല്ലെങ്കിൽ നമ്മുടെ വീട്ടുകാരോടും അങ്ങനെയൊക്കെ നമ്മുടെ സങ്കടങ്ങളെ തുറന്നു പറയാം. പക്ഷേ എല്ലാവരോടും നമ്മുടെ മനസ്സിലുള്ള സങ്കടം തുറന്നു പറയരുത്. കാരണം എന്താണ്? ചുറ്റുഭാഗത്തുമുള്ളവര് മറ്റുള്ളവര് എങ്ങനെയുള്ളവരാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കില്ല. ചിലപ്പോൾ നമ്മുടെ സങ്കടം കേൾക്കുമ്പോൾ അവര് പരിഹസിക്കാനോ അല്ലെങ്കിൽ നമ്മുടെ സങ്കടം കേൾക്കുമ്പോൾ അവര് വേണമെങ്കിൽ ചിരിക്കുകയായിരിക്കും ചെയ്യുന്നുണ്ടാവുക. അപ്പൊ അങ്ങനെയാണ്. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും എല്ലാ സങ്കടങ്ങളും ഇങ്ങനെ എല്ലാവരോടും ഒന്നും തുറന്നു പറയരുത്, നമ്മുടെ മനസ്സിൽ അടക്കി വെക്കണം എന്നാണ് കവി പറയുന്നത്. മൂന്നാമത്തെ എന്താണ്? ജീവ ലേറ്റ് ആയി പോയ, ഉറങ്ങിപ്പോയ ജീവ? ജസ്റ്റസിന് ഇന്ന് കാണുന്നില്ല. ओके नेक्स्ट रहीमन या संसार में सबसो मिलिए धाय न जाने के ही बेस में नारायण मिल जाए. പിന്നെന്താ പറഞ്ഞത്? നമ്മളെ ചുറ്റുഭാഗത്ത് അത് എല്ലാവരോടും, നമ്മുടെ ഈ ലോകത്തിലെ എല്ലാ മനുഷ്യരോടും സ്നേഹത്തോടെ പെരുമാറാൻ പഠിക്കണം. എല്ലാവരും സ്നേഹത്തോടെ പെരുമാറുക. കാരണം അവിടെ ഉയർന്നതോ താഴ്ന്നതോ ഒന്നോ അല്ലെങ്കിൽ പാവപ്പെട്ടവനെന്നോ പണക്കാരനെന്നോ ഭാവ വ്യത്യാസം ഉണ്ടാകരുത്. കാരണം എന്താ കാരണം? ഈ ലോകത്തിലെ എല്ലാ മനുഷ്യരും തുല്യരാണ്. അതുപോലെ അവരുടെയൊക്കെ മനസ്സിൽ ഈശ്വരൻ ഒരുപോലെ വസിക്കുന്നുണ്ട്. പാവപ്പെട്ടവന്റെ മനസ്സിൽ കുറച്ചും പണക്കാരന്റെ മനസ്സിൽ കുറേ ഉണ്ടാവോ ഈശ്വരൻ? അങ്ങനെയല്ല. എല്ലാവരുടെയും മനസ്സിൽ തുല്യ രീതിയിലാണ് ഈശ്വരൻ വസിക്കുന്നത്. അപ്പൊ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം? മറ്റുള്ളവരോട് പെരുമാറുമ്പോൾ സ്നേഹത്തോടെ പെരുമാറുക. ആരെയും വെറുക്കാതെ സ്നേഹത്തോടെ തന്നെ പെരുമാറണം. കാരണം ആരുടെ മനസ്സിലാണ് അത്? എല്ലാവരുടെയും മനസ്സിലും ഒരുപോലെ ദൈവം കുടികൊള്ളുന്നു, ദൈവം വസിക്കുന്നുണ്ട്. അപ്പൊ എല്ലാവരോടും എന്ത് ചെയ്യണം? സ്നേഹത്തോടെ പെരുമാറണം എന്നാണ് പറഞ്ഞിരുന്നത്. നാലാമത്തെ ദോഹ എന്താണ്? रहीमन टेकी बड़ेन को लघुന दीजिए डारी जहां काम आवे सुई कहा करे तरवारी. എന്താ പറഞ്ഞത്? റഹീംദാസ് പറഞ്ഞെന്ന് വെച്ചാല് നമ്മൾ ഒരിക്കലും വലിയ വസ്തുക്കള് അല്ലെങ്കിൽ വേറൊരു പുതിയ പുതിയ വസ്തുക്കൾ കിട്ടുമ്പോൾ നമ്മുടെ പഴയ സാധനങ്ങൾ എടുത്ത് കളയാൻ പാടില്ല. കാരണം ഓരോ സാധനങ്ങൾ കൊണ്ടും, ചെറിയ വസ്തുവായാലും ശരി വലിയ വസ്തുക്കളായാലും ശരി പഴയതായാലും അതിനെ കൊണ്ട് എപ്പോഴെങ്കിലും ഒരു ഉപകാരം നിങ്ങൾക്ക് ഉണ്ടാവും. നമ്മളെ കയ്യിലുള്ള സാധനങ്ങളൊന്നും നമ്മൾ ഉപേക്ഷിക്കരുത്. അതിന്റെ ആവശ്യമില്ല എന്ന് വിചാരിച്ചിട്ട് കളയാൻ പാടില്ല. കാരണം അതൊരു ഉദാഹരണം റഹീം കൊടുത്തിരിക്കുന്നുണ്ട്. എന്താണ് പാഠത്തിൽ കൊടുത്തിരിക്കുന്നത്? ഒരു സൂചി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ സൂചി ഇല്ലേ തുന്നുന്നത്,
ഡ്രസ്സുകളൊക്കെ കീറി നമ്മൾ തുന്നും അല്ലെ, അടിക്കുന്നത്. അപ്പം ആ സൂചി ചെയ്യുന്ന ജോലി ഒരു വാള് വാങ്ങിയിട്ട് പകരം വാളിനോട് ചെയ്യാൻ പറഞ്ഞ വാളിനാവോ അത് സൂചി നൂൽക്കാനാവോ? വാള് ചെയ്യേണ്ട ജോലി വേറെയാണ് അല്ലെ, നമ്മള് മരമൊക്കെ മുറിക്കുന്നത് അല്ലെ. അപ്പൊ ഒരിക്കലും സൂചി ചെയ്യുന്ന ജോലി വാളിന് ചെയ്യാനാവില്ല. അതുപോലെ തന്നെ വാളിന് ചെയ്യുന്ന ജോലി സൂചിക്കും ചെയ്യാനാവില്ല. അപ്പൊ ഓരോരുത്തർക്കും ഓരോരോ ജോലി, അതായത് ഈ ലോകത്തുള്ള ഓരോ ചെറിയ വസ്തുവിനും അതിൻ്റെതായ മഹത്വം ഉണ്ട്. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യാൻ പാടില്ല, നമ്മള് എപ്പോഴും ഒരു പുതിയ വസ്തുക്കള് ചെറുതായാലും വലുതായാലും പുതിയ സാധനങ്ങൾ കിട്ടുമ്പോൾ നമ്മൾ എപ്പോഴും പഴയത് വലിച്ചെറിയരുത്. കാരണം എന്താണ്, ആ ഓരോന്നിനെ കൊണ്ടും എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ നിങ്ങളെ സഹായിക്കാൻ വേണ്ടി സാധിക്കും. ഏതിന്? സൂചി ആയാലും ഇനി എന്ത് വസ്തുക്കളായാലും. അതാണ് കവി പറയുന്നത്. കേട്ടല്ലോ? അപ്പൊ ഈ 4 ദോഹ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തിട്ടുണ്ട്. ഇനി അതിന്റെ അഭ്യാസം നമുക്ക് ഇനി പറഞ്ഞിട്ടുണ്ട്. പേജ് നമ്പർ 57. നിങ്ങൾ ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ വീഡിയോ ഓൺ ചെയ്ത് തന്നെ ഇരിക്കുക. വീഡിയോ ക്ലാസ്സിൽ ഓൺ ചെയ്തിരിക്കുക. ബുദ്ധിമുട്ടുള്ളവർ കൃത്യമായിട്ട് സാറിനെ വിളിച്ച് ഇന്ന കാരണം കൊണ്ടാണെന്നില്ല, അല്ലെങ്കിൽ ടീച്ചേഴ്സിനെ വിളിച്ച് പറയണം, എനിക്ക് ഇന്ന കാരണം കൊണ്ടാണ് വീഡിയോ ഓൺ ചെയ്യാൻ പറ്റാത്തത് എന്ന് കാരണം വ്യക്തമായിരിക്കണം. അല്ലാത്തവര് കൃത്യമായിട്ട് വീഡിയോ ഓൺ ചെയ്തിരിക്കണം. ഹെവൻ വീഡിയോ ഓൺ ചെയ്തേ. ജോയൽ ക്ലാസ്സിലിരിക്കല്ലേ ഇന്ന്? നേരല്ലേ? ഓക്കെ. ജുവാന വീഡിയോ ഓഫ് ചെയ്യേ. ഓ, അതുകൊണ്ട് ഓഫാക്കി. എന്താ കിട്ടാത്തത്? ഹെവൺ അങ്ങനത്തെ ഒരു പ്രശ്നം ഇല്ലാത്തതാണല്ലോ. ശ്രീവിഷ്ണു പിന്നെ മുമ്പേ പറയുന്നതാണ്. ഹെവൺ അങ്ങനെ ഒരു പ്രശ്നം ഇല്ലാത്തതാണ്. പിന്നെ എന്താണ് ഇന്നൊരു പ്രശ്നം? നോക്കുക, പേജ് നമ്പർ 57. നമുക്ക് അഭ്യാസം ഒന്ന് പറഞ്ഞുതരാം. വീഡിയോ ഓഫ് ചെയ്തിട്ട് ഇങ്ങനെ ക്ലാസ്സിൽ ഇരിക്കുന്നതിനെ കൊണ്ട് യാതൊരു പ്രയോജനമില്ല. എനിക്ക് അവരെ പോലെ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ? നമ്മള് അപ്പൊ പിന്നെ കാണാൻ പറ്റില്ലല്ലോ അവരെ. അപ്പൊ ക്ലാസ്സിൽ ഇരിക്കുന്നവർ നേരെ ഇരിക്കുക, എനിക്ക് കാണുന്ന രീതിയിൽ തന്നെ ഇരിക്കുക. എന്താണ് എനിക്ക് ഒന്ന് പറഞ്ഞു തരണമെങ്കിൽ നോക്കുക. പേജ് നമ്പർ 57 അഭ്യാസമാണ് പറഞ്ഞിരുന്നത്. ഫസ്റ്റ്, नीचे 2 दोहे दिए गए हैं, अपनी अध्यापिका के सहाय से उनके अर्थ समझिए और लिखिए. താഴെ 2 ദോഹകൾ കൊടുത്തിട്ടുണ്ട്. 2 ദോഹകള്, ഏതോ ഒരു കവിയുടെ 2 ദോഹകൾ അവിടെ കൊടുത്തിട്ടുണ്ട്. ആ ദോഹ എന്ത് ചെയ്യണം? തന്റെ അധ്യാപികയുടെ സഹായത്തോടെ അതിന്റെ അർത്ഥം മനസ്സിലാക്കണം, എന്നിട്ട് എഴുതണം എന്നാ പറഞ്ഞത്. എന്താണ് ദോഹ? ബഡാ ഹുവാ തോ ക്യാ ഹുവാ, ജൈസെ പേട് ഖജൂർ, പന്ഥി കോ ചായാ നഹീ ഫൽ ലാഗെ അതിദോ. അതുപോലെ തന്നെ ധീരെ ധീരെ രേ മന, ധീരെ സബ് കുച്ച് ഹോയ്, മാലി സീഞ്ചെ സൗഘട രിതു ആയേ ഫൽ ഹോയ്. നമ്മൾ എവിടെയെങ്കിലും പഠിച്ചിട്ടുണ്ടോ അത്? കബീർദാസിന്റെ ദോഹയാണ് 2 എണ്ണം. ബഡാ ഹുവാ തോ ക്യാ ഹുവാ പഠിച്ചിട്ടുണ്ടോ എവിടെയെങ്കിലും? ഇല്ല. അപ്പൊ നിങ്ങൾ പഠിച്ചിട്ടില്ല. അതുകൊണ്ടാണ് അവിടെ ക്വസ്റ്റ്യൻ കൊടുത്തിരിക്കുന്നത്. എന്താണ്? താഴെ 2 ദോഹ കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ അധ്യാപികയുടെ സഹായത്തോടു കൂടി നിങ്ങൾ അതിന്റെ അർത്ഥം മനസ്സിലാക്കുക, എന്നിട്ട് പഠിക്കുക എന്ന്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അധ്യാപികന്റെ സഹായം നിങ്ങൾക്ക് ആവശ്യമില്ലല്ലോ. ഇല്ല. അപ്പൊ ഇവിടെ എന്താണ്? ഫസ്റ്റ് വരി ബഡാ ഹുവാ തോ ക്യാ ഹുവാ, ജൈസെ പേട് ഖജൂർ, പന്ഥി കോ ചായാ നഹീ ഫൽ ലാഗെ അതിദൂർ. ഒന്നുമില്ല. എന്താന്ന് വെച്ചാല് ഖജൂർ എന്ന് പറഞ്ഞാൽ ഈന്തപ്പന. പിക്ചർ കണ്ട അവിടെ? പന. അപ്പൊ ഇവിടെ എന്താന്ന് വെച്ചാൽ നമ്മള് വലുതായി കഴിഞ്ഞാല്, നമ്മള് അതായത് വളർന്ന് വലുതായി കഴിഞ്ഞാല് മറ്റുള്ളവർക്ക് ഉപകാരമാകുന്ന രീതിയിലായിരിക്കണം വളർന്ന് വലുതാകേണ്ടത്. അതായത് ഈന്തപ്പന പന പോലെ വളർന്നു എന്ന് പറയുന്നേക്കുന്നില്ലേ? പന പോലെ വളർന്നു പറഞ്ഞാൽ ഹൈറ്റിൽ ഇങ്ങനെ വളർന്നു, അതായത് ഇങ്ങനെ പന പോലെ വളർന്നു എന്ന് പറയും. അപ്പൊ ഇങ്ങനെ ഹൈറ്റിൽ വളർന്നിട്ടും അതുപോലെ മറ്റുള്ളവർക്ക് ഉപകാരമില്ലാത്ത രീതിയിൽ പന പോലെ വളർന്നിട്ട് യാതൊരു കാര്യമില്ല. കാരണം പന എന്ന് പറഞ്ഞാല് അത് ഹൈറ്റിൽ വളർന്നു പോകുന്ന ഒരു മരമാണ് പന. അതില്
മറ്റുള്ളവർക്ക് ഉപകാരമാകുന്ന രീതിയിൽ ഒന്നും ചെയ്യുന്നില്ല പന. എന്താ കാരണം? അതിന്റെ ഇലകൾ അത് ഹൈറ്റിൽ പോകുന്നത് കാരണം കൊണ്ട് അതിനൊരു തണലോ ഒന്നും ജനങ്ങൾക്ക്, അതായത് മനുഷ്യർക്കോ മൃഗങ്ങൾക്കോ ഒന്നും ലഭിക്കുന്നില്ല, ഒരു ഉപകാരമാകുന്നില്ല പന എന്ന് പറഞ്ഞ മരം. കേട്ടോ? പന എന്ന് പറഞ്ഞ മരം എന്താണ്? മറ്റുള്ളവർക്ക് ഉപകാരമാകുന്ന രീതിയിലല്ല വളരുന്നത്. കാരണം എന്താണ്? അത് ഇങ്ങനെ തഴച്ചു വളർന്നങ്ങ് പോകും, ഹൈറ്റിൽ അങ്ങ് പോകും. അതായത് ഒരാൾക്ക് ഒരു തണലോ അല്ലെങ്കിൽ ഒരു പക്ഷികൾക്ക് കൂടിടാനോ ഒന്നിനും സാധിക്കില്ല. അപ്പൊ ഇവിടെ എന്താ പറഞ്ഞത്? നിങ്ങളും പന പോലെ ഇങ്ങനെ വളർന്നു പോകരുത്. പകരം എന്താണ്? മറ്റുള്ളവർക്ക് നല്ല കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ, നല്ല കാര്യങ്ങള് ഉപകാരമാകുന്ന രീതിയിലുള്ള പ്രവൃത്തികൾ ചെയ്തിട്ടേ നിങ്ങൾ വളർന്നു പോകുക. അതായത് വെറുതെ വളർന്നു വലുതായിട്ട് കാര്യമില്ല എന്നാണ് കവി പറയുന്നത്. മനസ്സിലായോ? അതിന്റെ നോട്ട് ഞാൻ എഴുതി അയച്ചുതരാം കേട്ടോ. എഴുതി അയച്ചുതരാം. അത് രണ്ടും നിങ്ങൾ എഴുതിയിട്ട് പഠിക്കണേ. അതേസമയം എക്സാമിന് ഉണ്ടാവുമായിരിക്കുവേ. അതുപോലെ രണ്ടാമത്തെ എന്താണ്? ധീരെ ധീരെ രേമന ധീരെ സബ് കുച്ച് ഹോയ് മാലി സീഞ്ചെ സൗ ഘടാരിതു ആയേ ഫൽ ഹോയ്. കേട്ടിട്ടുണ്ടോ ആ ദോഹേ? ധീരെ ധീരെ രേമന, വായിക്കാൻ കിട്ടുന്നുണ്ടോ? ധീരെ സബ് കുച്ച് ഹോയ് മാലി സീഞ്ചെ സൗ ഘടാരിതു ആയേ ഫൽ ഹോയ്. ആ ദോഹ എവിടെയും കേട്ടിട്ടുണ്ടോ നിങ്ങള്? എവിടെയും കേട്ടിട്ടുണ്ടോ? ഇല്ല. എന്തെങ്കിലും അത് വായിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും അതിന്റെ മീനിങ് മനസ്സിലാവുന്നുണ്ടോ? അതിന്റെ മീനിങ് എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? ധീരെ ധീരെ രേമന ധീരെ സബ് കുച്ച് ഹോയ് മാലി സീഞ്ചെ സൗ ഘടാരിതു ആയേ ഫൽ ഹോയ്. മീനിങ് മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? ഇല്ല. ധീരെ ധീരെ രേമന ധീരെ സബ് കുച്ച് ഹോയ് മാലി സീഞ്ചെ സൗ ഘടാരിതു ആയേ ഫൽ ഹോയ്. പിന്നെ ജോയലേ, ടെക്സ്റ്റ് ശ്രദ്ധിക്കുന്നില്ലേ മോനെ? ടെക്സ്റ്റ് ശ്രദ്ധിക്കുന്നുണ്ടോ? ആ ദോഹ നമ്മൾ പഠിച്ചിട്ടുണ്ടോ മുമ്പേ? ഇപ്പൊ രണ്ടാമത് വായിച്ച ദോഹ എവിടെയെങ്കിലും പഠിച്ചിട്ടുണ്ടോ നോക്കിയൊന്ന്. ധീരെ ധീരെ രേമന എവിടെയെങ്കിലും പഠിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ ഇത് മുന്നേ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇല്ല? പരിചയമില്ല? എന്താണ് ഇവിടെ പറഞ്ഞത്? ഇവിടെ അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ വേറൊന്ന് പറയാണെന്ത്? ദോഹ. ദോഹ പറഞ്ഞാൽ ദോഹ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈരടി, 2 വരികളിൽ ആശയം അല്ലെ? ധീരെ ധീരെ രേമന ധീരെ സബ് കുച്ച് ഹോയ് മാലി സീഞ്ചെ സൗഗഡ രിതു ആയേ ഫൽ ഹോയ്. നമുക്ക് പിന്നെ ഋതുക്കളിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട് അല്ലേ? നമുക്ക് കാലാവസ്ഥാ വ്യതിയാനം ഉണ്ടാകുന്നുണ്ടല്ലോ. ഉണ്ടാകുന്നില്ലേ? എന്താണ് ഇങ്ങനെ എല്ലാരും ഇങ്ങനെ സ്തംഭിച്ചിരിക്കുന്നത്? ഇങ്ങനെ എന്താ ആകെ ഒരു ബോധമില്ലാത്ത പോലെ ഇരിക്കുന്നുണ്ട്. പിന്നെ അതായത് നമുക്ക് കൃത്യമായി കാലാവസ്ഥാ വ്യതിയാനം ഉണ്ടാകുന്നുണ്ട്, ഭൂമിയിൽ പല മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട് അല്ലേ? അപ്പൊ ഇവിടെ എന്താണ്? ഒരു തോട്ടക്കാരൻ പിന്നെ ചെടികൾക്കൊക്കെ വെള്ളം നനയ്ക്കുന്നത് കാണാം അല്ലെ? ചെടികൾക്ക് വെള്ളം നനയ്ക്കാൻ അതിനെ ശുശ്രൂഷിക്കുന്നതൊക്കെ കാണാം അല്ലേ? മരങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കൃഷിക്കാരൻ, തോട്ടക്കാരൻ തന്നെ എന്താ കൃഷിക്കാരനോ എന്തൊക്കെ ജോലി അത് ചെയ്യുന്നത് എന്താണ്? കൃത്യമായിട്ട് അതിനെ വെള്ളം നനയ്ക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾ എന്താണ്? നിങ്ങളും കൃത്യമായി നിങ്ങൾക്കും ലഭിക്കേണ്ട കാര്യങ്ങൾ ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളും എന്താണ്? നിങ്ങളും ഈ ഭൂമിയിൽ നല്ല പോലെ തന്നെ വളർന്നു വലുതാവില്ലേ? ഇല്ലേ? ഒരു ചെടി നിങ്ങൾ വളർത്തുകയാണെന്ന് ഇരിക്കുക. ഒരു ചെടി നിങ്ങൾ വളർത്തുകയാണ്. ആ ചെടി നിങ്ങൾ വാങ്ങിക്കൊണ്ടുവച്ചു, അതിനെ ശ്രദ്ധിച്ചില്ല എന്നിരിക്കുക. അതിന് വെള്ളവും വളവും ഒന്നും കൊടുത്തില്ല, അതിന് നിങ്ങൾ മൈൻഡ് ചെയ്തില്ല എന്നിരിക്കുക.
അപ്പൊ ആ ചെടി നല്ല വൃത്തിയിൽ പുഷ്പിക്കുവോ? എന്താ ചെയ്യാ? ഒന്നും ഉണ്ടാവില്ല അല്ലെ? ചിലപ്പോ അത് വാടിപ്പോകും, അതിലേക്ക് കരിഞ്ഞു പോകും അല്ലെ, ഉണങ്ങിപ്പോകും. നേരെ മറിച്ച് അതിന് നിങ്ങൾ അതിന്റെ സമയത്ത് അതിന് വെള്ളവും അതിന് വേണ്ടുന്ന വളവും അത് മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുകയാണെങ്കിൽ എന്തോ അത് ഭൂമിയിൽ ശോഭിക്കും അല്ലെ? ഇല്ലേ? നല്ല ഭംഗിയിൽ നമുക്ക് പൂക്കൾ കാണാൻ വേണ്ടി സാധിക്കും അല്ലെ? അതേപോലെ തന്നെയാണ് നമ്മൾ എന്താണ് നമുക്ക് വേണ്ട വിധത്തിൽ എല്ലാ ഇത് കിട്ടിക്കഴിഞ്ഞാല്, പ്രോത്സാഹനം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ നല്ല രീതിയിൽ അംഗീകരിക്കപ്പെടുന്ന രീതിയിൽ എത്തിച്ചേരാൻ വേണ്ടി സാധിക്കുന്നതാണ് കവി പറയുന്നത്. അതിന്റെ രണ്ട് ദോഹയും നിങ്ങൾ അതിന്റെ ആശയം ഞാൻ അത് എഴുതി അയച്ചുതരാം. ഇനി നെക്സ്റ്റ് രണ്ടാമത് എവിടെ കൊടുത്തിട്ടുണ്ട്, അത് നിങ്ങൾ തന്നെ എന്ത് ചെയ്യണം? ദോഹ നോക്കിയിട്ട് പൂരിപ്പിക്കുക. റിക്ത സ്ഥാൻ കി പൂർത്തി കീജിയെ, റഹിമൻ ധാഗ ഡേഷ് ചട്കായി. അപ്പൊ അവിടെ ടെക്സ്റ്റില് പൂരിപ്പിക്കാൻ കുറച്ച് സ്ഥലം എന്തായാലും നിങ്ങൾക്ക് അധികം വേണ്ടി വരും. അപ്പൊ നിങ്ങൾ കുറച്ച് നീട്ടിയ കുറച്ച് ഇപ്പുറത്തെ സൈഡിലോട്ടായിട്ട് എഴുതണേ. റഹിമൻ ധാഗ ഡേഷ്, അവിടെ എന്താ നമ്മൾ ചേർക്കേണ്ടത്? റഹിമൻ ധാഗ പ്രേമക മത് തോടോ ചട്കായി അവിടെ ഉണ്ട് അല്ലേ? രണ്ടാമത്തെ വരിയിലെ ടൂട്ടെ അവിടെ ഉണ്ട്. ബാക്കി എന്താണ്? തോ ഫിർ നാ ജുഡേ ജുഡേ ഗാണ്ട് പട് ജായിൻ അവിടെ ഉണ്ട്. ദോഹ നോക്കിയിട്ട് നിങ്ങളെ പൂരിപ്പിക്കുക. അതുപോലെ നെക്സ്റ്റ് ഡേഷ് ലഘുന ദീജിയെ ഡാരി, അതായത് ലാസ്റ്റത്തത്. റഹിമൻ ദേക്കി, നാലാമത്തെയാണ് അവിടെ ചേർക്കേണ്ടത്. എന്താണ്? റഹിമൻ ദേക്കി ബഡേൻകോ ലഘുന ദീജിയെ ഡാരി ജഹാം കാം ആവേ സുയി കഹാ കരേ തർവാരി. അത് നാലാമത്തെ ദോഹയാണ്. നെക്സ്റ്റ് നിമ്നലിഖിത ശബ്ദം, അത് നിങ്ങൾ പിന്നെ എഴുതിയാൽ മതി. ഇപ്പൊ ക്ലാസ്സിന് ടൈമിൽ എഴുതണ്ട കേട്ടോ. നിങ്ങൾ പിന്നെ എഴുതിയിട്ട് എനിക്ക് അയച്ചു തരണം. ക്ലാസ് കഴിഞ്ഞ ഉടനെ തന്നെ എഴുതിയിട്ട് അയച്ചു തന്നിട്ട് നിങ്ങൾ എവിടെയും കളിക്കാൻ പോലും പോകണ്ടു. निम्नलिखित शब्दों का वाक्यों में प्रयोग कीजिए. मेक sentences with the following words. താഴെ കുറച്ച് വാക്കുകൾ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യണം? വാക്കത്തെ പ്രയോഗിക്കണം അല്ലേ? അതിന് നിങ്ങൾക്ക് ആ കവിയുടെ വ്യാഖ്യ കൊടുത്തതിൽ നിന്ന് കിട്ടും. ധാഗ എന്നുണ്ട്. ധാഗ എന്ന് പറഞ്ഞാൽ ചരട്. ധാഗ നൂല്, ചരട്. അത് നമ്മളെ പേജ് നമ്പർ 55 ആ വ്യാഖ്യ കൊടുക്കുന്നിരിക്കുന്ന ഫസ്റ്റ് വരിയിൽ തന്നെ ഉണ്ട്. കവി റഹീം മനുഷ്യ കോ സമझाते हुए कहते हैं कि പ്രേമ രൂപി ധാഗേക്കോ. കണ്ടാ? ധാഗ എന്നുള്ളതാണ് ധാഗേക്കോ എന്ന് പ്രയോഗിച്ചിരിക്കുന്നത്. ഹഡ് പൂർവക് നഹീം തോഡ്നാ ചാഹിയേ, അത്ര വരെ എഴുതിയാൽ മതി. ധാഗ എന്നുള്ളത് കിട്ടി. നെക്സ്റ്റ് സൻസാർ. സൻസാർ എന്ന് പറഞ്ഞാല് ലോകം. संसार के सभी मनुष्य एक समान है. पेज नंबर 56 लास्ट ഉണ്ട്. संसार के सभी मनुष्य एक समान है. തേർഡ് നാരായൺ. എന്താണ് നാരായൺ? നാരായൺ എന്ന് പറഞ്ഞാൽ ഈശ്വരനാണ്. നാരായൺ. നാരായൺ സബ് മേം, ഈശ്വരന് പകരം നാരായണൻ എന്ന് ചേർത്തിട്ട് എഴുതിയാലും മതി. നാരായണൻ എന്ന് പറഞ്ഞാൽ ഈശ്വരൻ എന്നാണ് അർത്ഥം. നാരായൺ സബ് മേ സമാൻ രൂപ സേ നിവാസ് കർത്താ ഹേ. ഈശ്വരൻ എല്ലാവരുടെയും മനസ്സിലെ തുല്യ രൂപത്തിൽ വസിക്കുന്നുണ്ട്. വ്യത. വ്യത എന്ന് പറഞ്ഞാല് വെറുതെ. എന്താ വെറുതെ എന്നുള്ള പിന്നെ വരുന്നത്? വ്യത, വെറുതെ. അതിലാണ് ആ ലാസ്റ്റ് വ്യാഖ്യയിലുണ്ട് ബേക്കാർ, അതാണ് വെറുതെ. വ്യത. നമ്മളെ ബഡി വസ്തുക്കോ പാത്തേ ഹി ചോട്ടി വസ്തുക്കോ വ്യഥ സമച്ച്കർ. ബേക്കാർ എന്നുള്ളതിന് പകരം വ്യഥ എന്ന് ചേർത്തിട്ട് എഴുതിയാൽ മതി. സമച്ച്കർ ഫേങ്ക് നെഹീൻ ദേനാ ചാഹിയെ. ഞാനത് സെന്റൻസ് തന്നെ എഴുതി തരാം, നിങ്ങൾക്കത് ബുദ്ധിമുട്ടാണെങ്കിൽ കേട്ടോ. നിങ്ങൾ ക്ലാസ് കഴിഞ്ഞ ഉടനെ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ലെസന്റെ എല്ലാ ദോഹയുടെയും മീനിങ് ക്രമത്തിൽ എഴുതിയിട്ട് എനിക്ക് സെൻഡ് ചെയ്ത് തരാം കേട്ടോ. ബാക്കിയുള്ള വർക്കുകൾ ഞാൻ എഴുതി അയച്ചു തരും. പിന്നെ അതുപോലെ ഗാണ്ട്. ഗാണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞു.
जो चीज एक बार टूट जाती है तो जोड़ने पर उसमें गांड पड़ जाती. ഗാണ്ട് പടുന്ന പറഞ്ഞാല് മുഴ വരിക. നമ്മൾ എന്തെങ്കിലും ഒരു വസ്തു ഇത് പൊട്ടിക്കഴിഞ്ഞാൽ അത് കൂട്ടിക്കെട്ടിക്കഴിഞ്ഞാൽ ചരട് നേരത്തെ പറഞ്ഞതുപോലെ കൂട്ടിക്കെട്ടിക്കഴിഞ്ഞാൽ എന്താ അവിടെ മുഴച്ചിരിക്കും. അപ്പൊ ഗാണ്ട് പറഞ്ഞാല് മുഴച്ചിരിക്കുക അർത്ഥമാണ്. അതാണ് മേക്ക് ദ സെന്റൻസസ്. അത് കഴിഞ്ഞ് നമ്മളെ ലെസൺ കഴിയാറായി അല്ലേ? അത്രല്ലേ ഉള്ളൂ. ഇനി ഗ്രാമർ ഭാഗമാണ്. അത്രയുമാണ് ആ ലെസണിൽ പറയാനുള്ളത്. ഇനി അതിന്റെ ബാക്കി വേണമെങ്കിൽ ബാക്കിൽ പേജ് നമ്പർ 58. നിങ്ങൾ ഇപ്പൊ അവിടെ ഇരുന്നിട്ട് ക്ലാസ് കഴിഞ്ഞ ഉടനെ ഈ പേജ് നമ്പർ 58 അതൊന്ന് എഴുതിയെടുക്കണം നോട്ടിലേക്ക്. 58 IACK ഹമാരി ഭാഷ ഹിന്ദി ഹെ. അതൊന്നും വേണ്ട. താഴെ കൂട്ടുന്ന തത്സമ തൽഭവ് എന്നിട്ട് അതിന്റെ മീനിങ് എഴുതണ്ടു. അത് നീറ്റായിട്ട് ഒരുപോലെ എഴുതി വെക്കുക. എന്താണ് തത്സമ, എന്താണ് തൽഭവ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഹമാരി ഭാഷ ഹിന്ദി ഹെ. ഹിന്ദി സംസ്കൃത ഭാഷ അംഗ് ഹെ. സംസ്കൃത ഭാഷത്തിന്റെ ഒരു ഭാഗമാണ് ഏത്? സംസ്കൃതം കേട്ടിട്ടില്ലേ? സംസ്കൃത ഭാഷത്തിന്റെ ഒരു ഭാഗമാണ് ഹിന്ദി. ഹിന്ദി പഠിക്കുന്നവർക്ക് സംസ്കൃതം പഠിക്കാൻ എളുപ്പമാണ്. അതുകൊണ്ട് സംസ്കൃത സേ ഹിന്ദി മേം ആനെ വാലെ കൈ ശബ്ദോനെ അപ്നാ രൂപ ബദൽ ദിയ. കുറെ ശബ്ദങ്ങള് സംസ്കൃതത്തിൽ നിന്ന് വന്ന വാക്കുകൾ ഹിന്ദിയിലുണ്ട്. അതിനെ പറയുന്ന പേരാണ് ഐസേ ശബ്ദ് തൽഭവ് ശബ്ദ് കഹലാത്തെ ഹെ. അങ്ങനെ സംസ്കൃതത്തിൽ നിന്ന് ചില വാക്കുകൾ നമ്മൾ ഹിന്ദിയിൽ ഉപയോഗിക്കുന്നുണ്ട്. അതിനാണ് നമ്മൾ എന്ത് പറഞ്ഞത്? തൽഭവ ശബ്ദ്. അതുപോലെ തന്നെ और जो शब्द संस्कृत के शब्दों में ही लिखे जाते हैं. പിന്നെ അതുപോലെ തന്നെ സംസ്കൃതം പോലെ തന്നെയുള്ള ചില വാക്കുകൾ ഹിന്ദിയിൽ പ്രയോഗിക്കാറുണ്ട്. ചിലത് സംസ്കൃതത്തിൽ നിന്ന് വന്ന മാറ്റം വരുത്തിയ വാക്കുകളാണ് തൽഭവ ശബ്ദം. സംസ്കൃത വാക്കുകൾ തന്നെ നമ്മുടെ ഹിന്ദിയിൽ ചില വാക്കുകൾ ചേർക്കാറുണ്ട്. അതിന് നമ്മൾ എന്ത് പറയും? തൽസമ ശബ്ദ. തൽസമം, തുല്യമായിട്ട് അതേ വാക്ക്. കേട്ടല്ലോ? അപ്പൊ ഇവിടെ എന്താണ് എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ആദ്യം കൊടുത്തത് തത്സമ ശബ്ദമാണ്. തത്സമ ശബ്ദം എന്ന് പറഞ്ഞാൽ എന്താണ്? സംസ്കൃതത്തിലുള്ള വാക്കുകൾ, നമ്മുടെ ഹിന്ദിയിൽ പ്രയോഗിക്കുന്ന ഒരേ വാക്കുകൾ, സംസ്കൃതത്തിലും ഹിന്ദിയിലും ഒരേപോലെ പ്രയോഗിക്കുന്ന വാക്കുകളാണ് തത്സമ. ആ ഇടത് സൈഡിൽ കൊടുത്തിരിക്കുന്നത്. അതിൽ വന്ന മാറ്റം വരുത്തിയിട്ടുള്ള ഹിന്ദി വാക്കാണ് തൽഭവിൽ, നടുക്ക് ഭാഗത്ത് കൊടുത്തിരിക്കുന്നത്. അതിന്റെ മീനിങ് ആണ് വലത് സൈഡില് ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇവിടെ ഫസ്റ്റ് വേർഡ് നോക്ക്, ഹസ്ത്. അത് സംസ്കൃത വേർഡാണ്. ഹസ്ത് കണ്ടോ നിങ്ങളെ? ഒന്നാമത്തെ വേർഡ് കണ്ട? ഫസ്റ്റ് വേർഡ് ഹസ്ത്. ഹസ്ത് എന്നുള്ള സംസ്കൃത വേർഡാണ്. അതിന് മാറ്റം വരുത്തിയിട്ടാണ് നമ്മൾ ഹിന്ദിയിൽ ഹാത്ത് എന്ന് പറഞ്ഞത്. ഹാത്ത് എന്ന് പറഞ്ഞാൽ എന്താ മീനിങ്? ഹാത്ത് കൈ, ഹാൻഡ് അവിടെ കൊടുത്തിട്ടുണ്ട് അല്ലെ? ഹാൻഡ്. യെസ്. നെക്സ്റ്റ് രണ്ടാമത്തത് നാസിക. നാസിക എന്ന് പറഞ്ഞാല് നാസിക എന്ന് പറഞ്ഞാൽ സംസ്കൃത വാക്കാണ്. അതിൽ നിന്ന് മാറ്റം വരുത്തിയതാണ് നമ്മുടെ ഹിന്ദി വേർഡായ നാക്ക്. നാക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാവല്ല, നാക്കല്ല, പകരം എന്താണ്? മൂക്ക്, നോസ് അല്ലേ? ആ വ്യത്യാസം കണ്ടോ നിങ്ങള്? അതുപോലെ പദ്. പദ് എന്നാണ് നമ്മുടെ കാലിനെ പറയാ സംസ്കൃതത്തില്. പക്ഷെ അതിന്റെ ഹിന്ദി എന്താണ്? പയർ, ഫീറ്റ് അല്ലേ? അതുപോലെ അക്ഷി, നമ്മുടെ ആങ്ക്, കണ്ണ്. നമ്മൾ ഹിന്ദിയിൽ പറഞ്ഞ ആങ്ക്, അതാണ് എന്ത്? സംസ്കൃതത്തിൽ പറഞ്ഞ വാക്ക് അക്ഷി, നയനം അല്ലേ? ഏയ്. പിന്നെന്താണ്? ഗജ്. സംസ്കൃതത്തിൽ പറയല ആനക്ക് എന്താണ്? ഗജ്. നമ്മൾ എന്ത് പഠിച്ചു? ഹാത്തി അല്ലേ? എലിഫന്റ്. അതുപോലെ ഖഗ്. ഖഗ് എന്ന് പറഞ്ഞാല് പക്ഷി, പക്ഷി, ബേർഡ്. ദന്ത്. ദന്താണ് സംസ്കൃതത്തില്. അതാണ് ഹിന്ദി വേർഡായിട്ട് ദാന്ത്. ദാന്ത് എന്ന് പറഞ്ഞാല് ടീത്ത്, പല്ല്, പല്ല്. യെസ്. നഖ്. നഖ് നമ്മുടെ നഖം അല്ലെ? നഖ്. നാഖൂൻ. നാഖൂൻ എന്ന് പറഞ്ഞാല് നെയിൽ അല്ലെ? നമ്മുടെ നഖങ്ങള്. നാഖൂൻ. നഖ് എന്നാണ് സംസ്കൃതത്തിൽ പറയാ. നാഖൂൻ. നെക്സ്റ്റ് പൃഷ്ഠ. പൃഷ്ഠ എന്ന് പറഞ്ഞാല്
പീഠ്, പീഠ് പറഞ്ഞാല് പുറംഭാഗം, നമ്മുടെ ബാക്ക് വശം അല്ലെ, പുറംഭാഗം. പൃഷ്ഠ്, പക്ഷെ പൃഷ്ഠ സംഖ്യ എന്നെല്ലാം കൊണ്ട് പേജ് നമ്പറും പറയാറുണ്ട് കേട്ടോ. ഇവിടെ പൃഷ്ഠ എന്ന് പറഞ്ഞാല് പുറം ഭാഗത്തിന്റെ സംസ്കൃത വേർഡാണ് പൃഷ്ഠ. ദൃഷ്ടി, ദൃഷ്ടി പറഞ്ഞാൽ ദേക്കിന, നോട്ടം, നോക്കുക, ടു സി. ഗൃഹ്, ഗൃഹ് സംസ്കൃത വേർഡ്, അതിന്റെ ഹിന്ദി വേർഡാണ് എന്ത്? ഘർ. ഘർ എന്ന് പറഞ്ഞാല് ഹൗസ്, നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അതുപോലെ നമ്മളെ ബ്രദറിനെ പറഞ്ഞ പേര് എന്താണ് സംസ്കൃതത്തിൽ പറയല്? ഭ്രാത, ഭ്രാത. അതാണ് എന്തായി മാറുന്നത് ഹിന്ദിയിലേക്ക് വരുമ്പോഴേ? ഭായി അല്ലേ. ഭ്രാത, ഭായി. അതുപോലെ അമ്മയെ നമ്മൾ എന്താ പറയാ? മാതൃ. മാതൃ ഹിന്ദിയിൽ എന്ത് പറയും? മാതാജി അല്ലേ, മാതാജി, മാതാ, മാതാജി, മദർ. അതുപോലെ അച്ഛനെ പിതാവ്, പിതൃ അല്ലെ, പിതൃ, പിതാജി, പിതാ, ഫാദർ. അതുപോലെ നമ്മളെ സിസ്റ്ററിനെ നമ്മളെ ഹിന്ദിയിൽ പറഞ്ഞ ബഹനും സംസ്കൃതത്തിൽ എന്താ പറഞ്ഞിരുന്നത്? ഭഗിനി. എന്താണ്? ഭഗിനി. അപ്പൊ ഓർമ്മിക്കണം, ഇടത് സൈഡിൽ ഫസ്റ്റ് കൊടുത്തിരിക്കുന്നത് സംസ്കൃത വാക്കുകള്, അതിൻ്റെ തന്നെ ഹിന്ദി മീനിങ്ങുകളാണ് നടുവിൽ കൊടുത്തിരിക്കുന്നത്. അതിന്റെ ഇംഗ്ലീഷ് മീനിങ് സൈഡിലും കൊടുത്തിട്ടുണ്ട്, വലത് സൈഡിലും. ഹസ്ത്, ഹാത്ത്, ഹാൻഡ്. നാസിക ഒന്ന് വായിച്ചേ. നാസിക, നാക്ക്, നോസ്. പിന്നെ പത്, പയർ, ഫീറ്റ്. അക്ഷി, ആങ്ക്, എയ്. എന്താ വായിക്കാത്തെ? ഗജ്, ഹാത്തി, എലിഫന്റ്. ഗഗ് പക്ഷി, ബേർഡ്. ദന്ത്, ദാന്ത്, ടീത്ത്. നഖ്, നാഖൂൻ, നെയിൽസ്. പൃഷ്ഠ്, പീഠ്, ബാക്ക്. ദൃഷ്ടി, ദേഖന, ടു സി. ഗൃഹ്, ഘർ, ഹോം. ഭ്രാത, ഭായി, ബ്രദർ. മാതൃ, മാതാ, മദർ. പിതൃ, പിതാ, ഫാദർ. ഭഗിനി, ബഹൻ, സിസ്റ്റർ. അപ്പൊ നിങ്ങൾ ഇപ്പൊ അവിടെ ക്ലാസ് കഴിഞ്ഞ ഉടനെ അവിടെ ഇരുന്ന് എന്ത് ചെയ്യണം? ഇത് എഴുതി വെക്കണം. തത്സമ ഹെഡിങ് തൽഭവ് എന്ന് എഴുതുക. പിന്നെ അതിന്റെ വലത് സൈഡിൽ ഇംഗ്ലീഷ് മീനിങ്. അത് നല്ല വൃത്തിയിൽ, നല്ല ബോക്സിൽ, നല്ല വരച്ച് വെച്ച് നല്ല ഭംഗിയിൽ എഴുതിയിട്ട് എഴുതി അയച്ചു തരണം. ഇന്ന് തന്നെ, ഇപ്പൊ തന്നെ. കേട്ടല്ലോ? ആരും എഴുതാതെ മുങ്ങി നടക്കണ്ട. കേട്ടല്ലോ? അവിടെ ഇരുന്ന് തന്നെ എഴുതുക. പിന്നെ അതുപോലെ റഹീം കെ ദോഹ എന്ന് എഴുതിയിട്ട് അതിന്റെ മീനിങ് എല്ലാം, ആ 4 ദോഹയുടെ മീനിങ് 4 ബോക്സിലായി കൊടുത്തിരിക്കുന്നുണ്ട്. പേജ് നമ്പർ 55-ലുണ്ട്, 56-ലുണ്ട്, 57-ലുണ്ട്. 4 ബോക്സിലായിട്ട് കൊടുത്തിട്ടുണ്ട്. അത് ഒന്നുകിൽ 1 നമ്പർ ഇട്ടിട്ട് ഒന്നാമത്തെ ബോക്സിൽ എഴുതുക, 2 നമ്പർ ഇട്ട് രണ്ടാമത്തെ ബോക്സിൽ എഴുതുക, അങ്ങനെ. അല്ലെങ്കിൽ ഒരുമിച്ച് എഴുതുക. എല്ലാം എഴുതി വെക്കുക, ഓരോ വാക്കുകളും. അത്രയും എഴുതാൻ നിങ്ങൾക്ക് അതിന്റെ മീനിങ്ങുകളൊക്കെ മനസ്സിലാവുകയും നിങ്ങൾക്ക് പഠിക്കും. അതായത് എഴുതുമ്പോൾ, എക്സാമിനൊക്കെ എഴുതുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയി മനസ്സിലാവണമെങ്കിൽ ആ വേർഡ് മീനിങ്ങുകളെല്ലാം പഠിക്കണം. ക്ലിയർ ആയോ? ഓക്കെ അല്ലേ? ഇത്രയും നിങ്ങൾ ചെയ്യല്ലോ. ഇത്രയും വർക്കുകൾ നിങ്ങൾ ചെയ്ത് മിസ്സിന് അയച്ചു തരണം. എന്നെ വിളിപ്പിക്കാൻ ആക്കരുത്. മിസ് പറയുന്ന സമയത്ത് തന്നെ കൃത്യമായിട്ട് എഴുതി അയച്ചു തന്നാൽ മാത്രമേ മിസ്സിന് കൃത്യമായി ക്ലാസ് മുന്നോട്ട് പോവുകയുള്ളൂ. അതുപോലെ നിങ്ങൾക്ക് പഠിക്കാനും ആവുകയുള്ളൂ. കുറച്ച് പേര് എഴുതി അയച്ച് കുറച്ച് പേര് എഴുതിയിട്ടില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടാണ്. ഇനി പറഞ്ഞ് ഇപ്പൊ എക്സാം ആദ്യം വീണ്ടും ആവും. നിങ്ങൾക്ക് അടുത്ത ക്ലാസ് മുതൽ ഒരു എക്സാം, ഒരു പീരീഡ് എന്തായാലും ഒരു എക്സാം വെക്കണം. ഓരോ ലെസൺ നമുക്ക് എക്സാം വെക്കാം. മിസ് അത് അടുത്ത ക്ലാസ്സിൽ പറയാം. അപ്പൊ ഇപ്പൊ തന്നെ നിങ്ങൾ അവിടെ ഇരുന്നിട്ട് എഴുതി അയക്കണം. അതിനുശേഷം നിങ്ങൾ എവിടെയും പോകരുത് കേട്ടോ. ഓക്കെ അല്ലേ? ഓക്കെ, ബൈ. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ.